വർഷങ്ങളായി ഉപയോഗിക്കുന്ന കിണറുകൾ മലിനമായതിനെ തുടർന്ന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം ശക്തമായി. തളിപ്പറമ്പ് നഗരസഭയിലെ 7-ാം മൈലിലെ കെ ഷെരീഫ്, തൃച്ചംബരത്തെ PV പ്രകാശൻ എന്നിവരുടെ വീടുകളിലെ കിണർ വെള്ളമാണ് മലിനമായത്. കഴിഞ്ഞ 56 വർഷമായി തൃച്ചംബരത്ത് താമസക്കാരനാണ് റിട്ടയർഡ് SI PV പ്രകാശൻ. 2 ആഴ്ച മുൻപാണ് കിണറിലെ വെള്ളത്തിന് അസ്വാഭാവികമായ ഗന്ധവും നിറവ്യത്യാസവും ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നഗരസഭാ കൌൺസിലറെ വിവരമറിയിക്കുകയും കിണർ ശുചീകരിക്കുകയും ചെയ്തു. പരിശോധനയിൽ വെള്ളം ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും കിണർ ശുചീകരിച്ചു. എന്നാൽ തുടർന്നും കിണറിലെ വെള്ളത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവും തുടരുകയാണ്. സമീപത്തെ സ്ഥാപനങ്ങളിലെ മലിനജല ടാങ്കുകൾ ചോർന്നതാകാം വെള്ളം മലിനമാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജപ്പാൻ കുടിവെള്ളമാണ് ഇപ്പോൾ ആശ്രയം. ബന്ധപ്പെട്ടവർ അടിയന്തരമായി പരിശോധന നടത്തി വെള്ളം മലിനമാകുന്നതിന്റെ കാരണം കണ്ടെത്തി പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രകാശൻ ആവശ്യപ്പെടുന്നത്. ബന്ധപ്പെട്ട ഓഫീസുകളിൽ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എന്താ നടപടിയൊന്നും എടുത്തിട്ടില്ല. എല്ലാ ഓഫീസും മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ വന്ന് ഓഫീസിൽ വന്ന് നോക്കുകയും ചെയ്തു. ഹെൽത്തിൽ നിന്ന് വന്ന് എല്ലാം നോക്കിയിട്ട് പോയി റിപ്പോർട്ട് വരെ കാത്തു വെക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തു വെക്കുന്നു. ഇത് ക്ലിയർ ആക്കി എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അതിലും പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഇന്നലെ ആദ്യം ഇത് വെള്ളം പറ്റിച്ചിട്ട് നോക്കി. അന്നേരവും സ്മെല്ലും കാര്യങ്ങളും മഞ്ഞ കളറ് ഇങ്ങനെയാണ് ഉള്ളത്. 7-ാം മൈലിലെ കെ ഷെരീഫിന്റെയും സഹോദരിയുടെയും വീട്ടിലെ കിണർവെള്ളം കഴിഞ്ഞ ഡിസംബർ 20 മുതൽ ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ മലിനമായിരിക്കുകയാണ്. ദുർഗന്ധവും നിറവ്യത്യാസവും കാരണം അടുത്ത വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 2 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തബാധയുമുണ്ടായി. കിണർ ശുചീകരിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല. അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഈ കുടുംബവും ആവശ്യപ്പെടുന്നത്. കറുത്ത കളറും പിന്നെ ഭയങ്കര സ്മെല്ലും ഉണ്ടായിരുന്നു. കൊതുകിൻ്റെ കൂത്താടി അടക്കമുണ്ട്. അതിപ്പം വെറ്റിച്ച് ക്ലിയറാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി 2ാമത് ടെസ്റ്റ് ചെയ്യണത്ര. അതിലിടയിൽ കുട്ടികൾ 2 മഞ്ഞപ്പിത്തായിട്ട് കിടന്ന് ഇപ്പോൾ മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ ഒരു നടപടിയൊന്നും വന്നിട്ടില്ല. ഇപ്പം ജപ്പാൻ കുടിവെള്ളം അതുള്ളതുകൊണ്ട് അത് ടാങ്കിലേക്ക് കയറ്റിയിട്ട് ഉപയോഗിക്കാം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.